ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ സ്റ്റാൻഡേർഡ് സിമ്പിൾസിനെ കുറിച്ചും അത് സർക്യൂട്ട്സ് ഡ്രോ ചെയ്യുവാനും അത് സിന്തസൈസ് ചെയ്യുവാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു EDA ടൂളിനെ കുറിച്ചുമാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന EDA ടൂളിൻ്റെ പേര് KiCad എന്നാണ്, KICAD. ഇത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഞങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, സർക്യൂട്ട്സ് വരയ്ക്കാനും സിമുലേറ്റ് ചെയ്യാനും അതുപോലെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള PCB ഡയഗ്രംസ് ഒക്കെ ഉണ്ടാക്കാനും എല്ലാം ഈ ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് സ്കീമാറ്റിക് എഡിറ്റർ എന്ന് പറയുന്ന ഒരു സബ് ടൂളുണ്ട്. ആ ടൂളിലാണ് നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രംസ് വരയ്ക്കുന്നത് സിമുലേഷന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ PCB ലേഔട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രംസ് ആണ് ആദ്യം വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ ആണ് റൂട്ട് ചെയ്യുകയും സിമുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വിൻഡോ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ എടുക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു സ്കീമാറ്റിക് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. ഇത് നമുക്കൊരു A4 ഷീറ്റ് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുന്ന ഡയമെൻഷൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതായത് ഓരോ സെൽസും നമ്പേർഡാണ്. സോ ഇവിടെ നിങ്ങൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം, BCD എന്നൊക്കെ പറഞ്ഞ് ഈ ആക്സിസിലും 1 2 3 എന്ന് പറഞ്ഞ് ഈ ആക്സിസിലും നമ്പേർഡാണ്. ഓക്കെ, അതുകൂടാതെ എൻ്റെ റൈറ്റ് ബോട്ടം സൈഡിൽ ഈ ഒരു സ്കീമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് സ്കീമാറ്റിക്കിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഫയൽ നെയിം എന്താണ്, എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആരാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് ടൂൾ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ സ്കീമാറ്റിക് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഈ സ്കീമാറ്റിക്കിൻ്റെ റൈറ്റ് ബോട്ടം സൈഡിൽ കാണും. ഓക്കെ, സോ ഏത് സ്കീമാറ്റിക് എഡിറ്റർ ടൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഏത് EDA ടൂൾ യൂസ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ എല്ലാം പ്രസൻറ്റേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാം പ്രസൻറ്റേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ആ വിൻഡോയുടെ സൈഡിലെല്ലാമായിട്ട് കുറേ ടൂൾസ് കാണും. സോ അതിൽ കമ്പോണൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലേസ് കമ്പോണൻറ്റ് സിമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ കാണും. ഓക്കെ, സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഷീറ്റിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു അവൈലബിൾ സെറ്റ് ഓഫ് സിമ്പിൾസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ എനിക്കൊരു റെസിസ്റ്റർ വെക്കണമെന്നുണ്ടെങ്കിൽ R എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ കിട്ടും. ഓക്കെ, നിങ്ങൾ പലരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മറ്റും വരുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ EDA ടൂൾ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു AutoCAD പോലുള്ള ഒരു ടൂളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. പക്ഷേ ഇലക്ട്രിക്കൽ CAD ടൂൾ, ഇലക്ട്രിക്കൽ സൈഡിൽ വരുമ്പോഴത്തേന് ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ ടൂൾസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഒരിക്കലും സ്ട്രക്ചേഴ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. സോ അതായത് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും അടുത്ത് വെച്ചേക്കുവാണോ കുറേ ദൂരെ വെച്ചേക്കുവാണോ എന്നുള്ളത് വെച്ചാൽ അല്ല അതിൻ്റെ ഫങ്ഷനാലിറ്റി വേരി ചെയ്യുന്നത്. പക്ഷെ മെക്കാനിക്കലിൽ ഒരു എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് ആ ബിഹേവിയറൽ പ്രോപ്പർട്ടീസൊക്കെ മാറുന്നത്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേന് അത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് തമ്മിൽ ഒരു വയർ കണക്ഷൻ ഉണ്ട്. ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും എത്ര ദൂരെയാണെങ്കിലും അല്ലെങ്കിൽ എത്ര അടുത്താണെങ്കിലും അത് തമ്മിലൊരു വയർ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബേസിസിലാണ് ആ സർക്യൂട്ടിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷൻസാണ് നമ്മൾ ഇലക്ട്രിക്കൽ CAD-ൽ ഇമ്പോർട്ടൻറ്റ്. മെക്കാനിക്കൽ CAD-ൽ അതിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ കണക്ഷൻസ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇലക്ട്രിക്കൽ CAD വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, അത് തമ്മിലുള്ള കണക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെക്കാനിക്കൽ CAD-ലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു 3D വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനെയുള്ള ഒരു എക്സാക്റ്റ് പ്രൊജക്ഷൻ യൂസ് ചെയ്തല്ല നമ്മൾ ഇലക്ട്രിക്കൽ CAD-ൽ വരയ്ക്കുന്നത്. കാരണം അതിൻ്റെ ഡയമെൻഷൻസോ അത് തമ്മിലുള്ള പ്ലേസ്മെൻറ്റ്, ഫിസിക്കൽ ഡയമെൻഷൻസിന് സിഗ്നിഫിക്കൻസ് ഇല്ല, ഇൻ്റർ കണക്ഷൻസ് മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മൾ ഈ കമ്പോണൻസ്, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്,
ട്രാൻസിസ്റ്റേഴ്സ്, ഇതിനെയെല്ലാം നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സ് വരയ്ക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യാതെ, ഇതിന് പ്രൊജക്ഷൻസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ അങ്ങനെയുള്ള ടൂൾസൊക്കെ വേണ്ടി വരും. ഓക്കെ, ബട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് വെർഷൻ ആയിരിക്കും. സോ ഈ ഒരു സിമ്പിൾ നോക്കുക. ഇത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് 2 ലൈൻസും കൊടുക്കുന്നു, 2 സൈഡിലും 2 ലൈൻസും കൊടുക്കുന്നു. എന്നിട്ട് വാല്യൂസ് എഴുതുന്നു. 1 കിലോ ഓംസ് ആണെങ്കിൽ 1 കിലോ ഓംസ് എന്ന് എഴുതുന്നു. സോ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിളാണിത്. ഓക്കെ, സോ ആക്ച്വൽ ഒരു റെസിസ്റ്ററിൻ്റെ ഒരു പ്രൊജക്ഷൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇൻവോൾവ് ആയിരിക്കും, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. മോർ അഡ്വാൻസ്ഡ് ഡിവൈസ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേന് ഈവൻ മോർ കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ ഈ സിമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ കണക്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് വെർഷൻ, സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് കമ്പോണൻസ് ആണ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സ്കീമാറ്റിക്സ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് CAD-ൽ നമ്മൾ ഡിസൈൻ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്ററിന് അല്ലെങ്കിൽ ഓരോ കമ്പോണൻസിനും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വെച്ച് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കാണും, അല്ലെങ്കിൽ ഒന്നിലധികം സിമ്പിൾസ് കാണും. സോ ഈ ഇലക്ട്രോണിക്സ് സൈഡിലുള്ള സ്റ്റാൻഡേർഡൈസിങ് ബോഡിയാണ് IEEE. സോ IEEEയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, IEEE സ്റ്റാൻഡേർഡ് 3150 മറ്റോ, കറക്റ്റ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ഈ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ ഒക്കെ സിമ്പിൾസ് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിന് ഈ സിമ്പിൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. സോ റെസിസ്റ്ററിന് കോമൺ ആയിട്ട് 2 സിമ്പിൾസ് ആണുള്ളത്. ഒന്ന് ഈ ഒരു ബോക്സ് സിമ്പിൾ. സോ നമുക്കത് പ്ലേസ് ചെയ്തോളാം. സോ R സെലക്ട് ചെയ്തു, അതിനുശേഷം അത് സ്കീമാറ്റിക്കലി ഞാൻ പ്ലേസ് ചെയ്തു. സോ എനിക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, സോ R എന്ന് പറയുന്ന കീബോർഡ് കീ യൂസ് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓറിയൻറ്റേഷൻ റൊട്ടേറ്റ് ക്ലോക്ക് വൈസ്. സോ അങ്ങനെ എനിക്ക് ഈ സിമ്പിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ റെസിസ്റ്ററിൻ്റെ ഒരു സിമ്പിൾ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ വേറൊരു സിമ്പിളുണ്ട് റെസിസ്റ്ററിന്. സോ അത് ഓക്കെ, അതും ഞാൻ റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തു. സോ ഈ 2 സിമ്പിളും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടിൽ ഏത് സിമ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ രണ്ടാമത്തെ സിമ്പിൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിന് ഓരോ സൈഡിലും 3 കർവ്സ് ആണുള്ളത്. എക്സാക്ട്ലി 3 കർവ്സ് ആണുള്ളത്. ഈ സിമ്പിൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ, സോ ഈ 2 സിമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സിനുള്ളത്. ഇനിയിപ്പോൾ ഒരു വേരിയബിൾ റെസിസ്റ്റർ നോക്കിക്കളയാം, അതിനുശേഷം നമുക്ക് കപ്പാസിറ്ററിലേക്ക് പോകാം. ഓക്കെ, സോ ഒരു ട്രിമ്മർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ വരുമ്പോഴത്തേന് ഇങ്ങനൊരു സിമ്പിൾ വരും. ഓക്കെ, അതുപോലെ പല ടൈപ്പിലുള്ള റെസിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഫോട്ടോ റെസിസ്റ്റേഴ്സ്, ഡ്യുവൽ ഫോട്ടോ റെസിസ്റ്റേഴ്സ്, പോർട്ടുകൾ, അങ്ങനെ തെർമിസ്റ്റേഴ്സ്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, തെർമൽ ടെമ്പറേച്ചർ ബേസിസിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ബേസിസിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെ പല ടൈപ്പിലുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ ബേസ് റെസിസ്റ്റർ സിമ്പിളും അതിൻ്റെ കൂടെ ഒരു അഡീഷനും കാണും. ഓക്കെ, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ലേബലിംഗ് കൂടെ കാണും. അപ്പോൾ അത് ആ ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കപ്പാസിറ്ററിന് 2-3 സിമ്പിൾസ് ഉണ്ട്. ഒന്ന് ഈ സിമ്പിളാണ്. സോ അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നോക്കുകയാണെങ്കിൽ ഈ 2 പ്ലേറ്റ്സും കപ്പാസിറ്ററിന് 2 ടെർമിനൽസ് ആണുള്ളത്. 2 ടെർമിനൽസും ഐഡൻറ്റിക്കലാണ്. രണ്ടും ജസ്റ്റ് 2 ഫ്ലാറ്റ് ലൈൻസ് ആണ്. ഓക്കെ, സോ ഈ സിമ്പിൾ ടിപ്പിക്കലി പൊളാരിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ്, സെറാമിക് കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്റർ, അങ്ങനെ പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നും റിക്വയർഡ് അല്ലാത്ത കപ്പാസിറ്ററുകൾക്ക് സാധാരണത്തിൽ ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു സിമ്പിൾ ഉള്ളത് ഇതാണ്. ഈ സിമ്പിൾ നമ്മൾ പൊളാരിറ്റി ഉള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിനാണ് ടിപ്പിക്കലി ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിന് മറ്റൊരു സിമ്പിളും കൂടെ യൂസ് ചെയ്യും. ഈ സിമ്പിൾ. സോ ഈ 2 കേസിലും പൊളാരിറ്റി കറക്റ്റായിട്ട് ഡിനോട്ടഡ് ആണ്. പ്ലസ് എന്നുള്ളത് ഡിനോട്ടഡ് ആണ്. ഓക്കെ, സോ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സിന് ഈ 2 ടൈപ്പ് സിമ്പിൾസ് ആണ് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പാസീവ് കമ്പോണൻ്റ് ആയിട്ടുള്ള ഇൻഡക്ടർ നോക്കളയാം. സോ അതിന് ഇൻഡക്ടറിൻ്റെ സിമ്പിൾ എൽ ആണ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡക്ടറിൻ്റെ സിമ്പിൾ കിട്ടി. ഇതാണ് നമ്മുടെ ഒരു ഇൻഡക്ടർ. ഓക്കെ, സോ ഇൻഡക്ടർ സിമ്പിൾ, സ്റ്റാൻഡേർഡ് ഇൻഡക്ടർ സിമ്പിൾ ഇതാണ്. 4 കർവ്സ് ഉള്ള ഒരു സിമ്പിളാണ് ഇത്. കുറച്ചുകൂടെ സൂം ഇൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഇൻഡക്ടറിൻ്റെ സിമ്പിൾ. റെസിസ്റ്റർ വരുമ്പോഴത്തേക്കിന് ഷാർപ്പ് എഡ്ജസ് ആണ്. ഇൻഡക്ടർ വരുമ്പോഴത്തേക്കിന് കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. ഇതാണ് ഇൻഡക്ടറിൻ്റെ സിമ്പിൾ. ഇനി നമുക്ക് ഡയോഡ്സ്, BJTs അങ്ങനെയുള്ള ആക്റ്റീവ് കമ്പോണൻസിൻ്റെ സിമ്പിൾസിലേക്ക് നോക്കാം. സോ ഡി എന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഡയോഡിൻ്റെ സിമ്പിൾ കിട്ടും. ഓക്കെ, സോ അത് ഞാൻ റിപ്ലേസ് ചെയ്യുന്നു. സോ ഡയോഡിൻ്റെ സിമ്പിൾ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ആനോഡ് കാഥോഡുമുണ്ട്. സോ ആനോഡ് ഈ ഒരു ആരോ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബേസിക്കലി കറണ്ട് ഡയറക്ഷനാണ്. ഡ്യൂറിങ് ഡയോഡ് ഓൺ ടൈമിലുള്ള കറണ്ട് ഡയറക്ഷനാണ് കാണിക്കുന്നത്. ആനോഡ് ഈ സൈഡും കാഥോഡ് ഈ സൈഡും. സോ ഡയോഡിൻ്റെ ഇത് സ്റ്റാൻഡേർഡ് സിമ്പിളാണ്. ഇതല്ലാതെ വേറൊരു സിമ്പിൾ ഇല്ല. ചിലപ്പോൾ ഇത് ഈ ഒരു ആരോയ്ക്കകം ഡാർക്ക് ആക്കി ഇടും. ഓക്കെ, ചില സ്കിമാറ്റിക് എഡിറ്റേഴ്സ് വരുമ്പോഴത്തേക്കിന് ഇതിനകം ഇത് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി പല ടൈപ്പിലുള്ള ഡയോഡ്സ് ഉണ്ട്. സെനർ ഡയോഡ്സ്, ഷോർട്ട് കീ ഡയോഡ്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള ഡയോഡ്സ് ഉണ്ട്. ഓക്കെ, സോ അതിനെല്ലാം ഈ ബേസ് ഡയോഡ് സിമ്പിളിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരും, ചെറിയൊരു വേരിയേഷൻ വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കളയാം. ഒരു സെനർ ഡയോഡിൻ്റെ ഒരു സിമ്പിളാണ്. ഓക്കെ, സോ ഇത് ഈ EDA ടൂളിനകത്ത് കാണിച്ചിരിക്കുന്ന സിമ്പിൾ ഇതാണ്. ഇതിന് ചെറിയ വേരിയേഷൻസ് ഉള്ള മറ്റൊരു സിമ്പിൾ കൂടിയുണ്ട്. അത് ഈ EDA ടൂൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സിമ്പിൾ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് ആയിട്ടുള്ള BJTയുടെ സിമ്പിൾ ഒന്ന് നോക്കാം. സോ NPN ടൈപ്പിലുള്ള ഒരു BJTയുടെ സിമ്പിൾ നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു NPN ടൈപ്പിലുള്ള ഒരു BJTയുടെ സിമ്പിൾ. സോ ഇതിനകത്ത് വളരെ മറ്റുള്ള സിമ്പിൾസിൽ ഇല്ലാത്ത ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ടെർമിനൽ നമ്പറിംഗ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടെർമിനൽ ബേസ് ടെർമിനലാണ്. സോ
ഈ കാണുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടെർമിനലാണ്. ഈ ഒരു ടെർമിനൽ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ആരോ വരുന്ന ടെർമിനൽ എമിറ്റർ ടെർമിനലാണ്. ആരോ ഇല്ലാത്ത ഓപ്പോസിറ്റ് ടെർമിനൽ, എമിറ്റർ പോലെയുള്ള ആരോ ഇല്ലാത്ത ടെർമിനൽ കളക്ടർ ടെർമിനലുമാണ്. ഓക്കെ, സോ ഇതിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ NPN BCE. സോ ആ ബേസ്, കളക്ടർ, എമിറ്റർ എന്നുള്ള ഓർഡറിലാണ് ആ പിൻ പോയിരിക്കുന്നത്. സോ 3 ടെർമിനലുള്ള ഡിവൈസ് ആയിരിക്കുമ്പോൾ പല ഓർഡറിൽ BCE, BEC, CBE അങ്ങനെ പല ഓർഡറിൽ നമുക്ക് ഈ പിൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്ത് ഓർഡറിലാണെന്നുള്ളത് ഓരോ ട്രാൻസിസ്റ്റർ മോഡലിനനുസരിച്ച് വ്യത്യാസമാണ്. BC547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ള EBC എന്നുള്ള ഒരു ഓർഡറിലായിരിക്കും. ഓക്കെ, വേറെ ഒരു പവർ ട്രാൻസിസ്റ്റർ വരുമ്പോഴത്തേക്കിന് ബേസ് കളക്ടർ എമിറ്റർ എന്നുള്ള ഒരു ഓർഡറിങ്ങിലായിരിക്കും വരുന്നത്. സോ അങ്ങനെ ഓരോ ട്രാൻസിസ്റ്റർ പാർട്ട് നമ്പർ അനുസരിച്ച് ഈ ഓർഡറിങ് വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കറക്റ്റായിട്ടുള്ള സിമ്പിൾ, അത് കറക്റ്റ് ഓർഡറിലുള്ള സിമ്പിളാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യേണ്ടത്. EDA ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി പേപ്പറിൽ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ചില വേരിയേഷൻസ് വരാറുണ്ട്. ഒന്ന്, ഈ പിൻ നമ്പേഴ്സ് നമ്മൾ അത്ര ശ്രദ്ധിക്കത്തില്ല, ചിലപ്പോഴത് ഒമിറ്റ് ചെയ്യാറുണ്ട്. കാരണം അത് ഇംപ്ലൈഡ് ആണ്. നമ്മൾ ഡേറ്റ ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏത് പിന്നാണ് ബേസ്, ഏത് പിന്നാണ് എമിറ്റർ, ഏത് പിന്നാണ് കളക്ടർ എന്നുള്ളത്. ആ ട്രാൻസിസ്റ്ററിൻ്റെ മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ബേസിക്കലി ആ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതൊരു റെസിസ്റ്ററിലേക്കാണോ, കപ്പാസിറ്ററിലേക്കാണോ, ഗ്രൗണ്ടിലേക്കാണോ, എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതിനുള്ള ഇൻഫർമേഷൻ മാത്രം മതി. അത് എത്രാമത്തെ പിന്നാണ് എന്നുള്ളത് നമുക്ക് ഡേറ്റ ഷീറ്റ് നോക്കുമ്പോൾ അറിയാം. ഓക്കെ, സോ അപ്പോൾ ഈ നമ്പറിങ് പലപ്പോഴും ഹാൻഡ് ഡ്രോൺ സ്കീമാറ്റിക്സിൽ അല്ലെങ്കിൽ പ്രിൻറ്റഡ് സ്കീമാറ്റിക്സിൽ ഒഴിവാക്കും. പിന്നെ ചില കേസസിൽ ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ അതും ഒഴിവായി കാണപ്പെടുന്നു. പക്ഷേ ആക്ച്വൽ സ്റ്റാൻഡേർഡ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ ഉള്ളത് തന്നെയാണ്. ബട്ട് മെജോറിറ്റി ഓഫ് ദ ടെക്സ്റ്റ് ബുക്സിലും പല EDA ടൂൾസിലും എല്ലാം ഈ സർക്കിൾ ഒമിറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് NPN ട്രാൻസിസ്റ്റർ. ഇതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. PNP വരുമ്പോഴത്തേക്കിന് എമിറ്ററിലുള്ള ആരോ തിരിഞ്ഞു വരുന്നു, അകത്തേക്ക് പോയിൻറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. ഇനി ഉള്ള വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഡിവൈസ് ആയിട്ടുള്ള PMOS നോക്കാം. സോ ഇതൊരു MOSFET ആണ്, എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് P ടൈപ്പ് MOSFET. PMOS എന്നതുകൊണ്ടാണ് അതിന് പേര്. സോ അതിൻ്റെ പിൻസ്, അതും ഒരു 3 പിൻ ഡിവൈസാണ്. സോ അതിൻ്റെയും പിന്നിന് ഈ പറയുന്ന ഓർഡറിങ്സ് പറ്റും. സോ ഈ ഒരു മോസ്ഫെറ്റിനുള്ള പിൻസിൻ്റെ പേര് ഡ്രെയിൻ, ഗേറ്റ്, സോഴ്സ് എന്നിങ്ങനെയാണ്. സോ D എന്ന് പറയുന്നത് ഡ്രെയിൻ ആണ്. സോ ഈ ഒരു ടെർമിനൽ ഡ്രെയിൻ ടെർമിനലാണ്. G എന്ന് പറയുന്നത് ഗേറ്റ് ടെർമിനലാണ്. സോ ഈ ഫ്ലാറ്റ് ലൈനും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടെർമിനലിനും നമ്മൾ ഗേറ്റ് ടെർമിനൽ എന്നാണ് പറയുന്നത്. പിന്നീടുള്ളത് സോഴ്സ് ടെർമിനലാണ്. സോഴ്സ് ടെർമിനലാണ് നമ്മൾ ഈ ആരോ വരുന്ന ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ 3 ടെർമിനൽസ് ആണ് ഒരു മോസ്ഫെറ്റിനുള്ളത്. PMOSൻ്റെ സിമ്പിൾ വരുമ്പോഴത്തേക്കിന് ഈ ആരോ വെളിയിലേക്ക് പോയിൻറ്റഡ് ആയിരിക്കും. നമുക്കൊരു NMOS എടുക്കാം. ഇതൊരു N ചാനൽ മോസ്ഫെറ്റിൻ്റെ സിമ്പിളാണ്. PMOSൻ്റെ സിമിലർ തന്നെയാണ്, പക്ഷേ ആരോയുടെ ഡയറക്ഷൻ വ്യത്യാസമാണ്. സിമിലർ ടെർമിനൽസിൻ്റെ പേര് സിമിലറാണ്. ഡ്രെയിൻ, ഗേറ്റ്, സോഴ്സ് എന്നിങ്ങനെ തന്നെയാണ്. സിമ്പിളിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിമിലറാണ്. ഏത് ലൈനിലോട്ടാണോ ഈ ആരോ ഉള്ള
ലീഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് സോഴ്സ് ടെർമിനൽ. എവിടെയാണ് ഈ ഫ്ലാറ്റ് ലൈൻ കണക്റ്റഡ് അതാണ് ഗേറ്റ് ടെർമിനൽ. അതല്ലാത്ത ടെർമിനൽ ഡ്രെയിൻ ടെർമിനലുമാണ്, സെയിം ആസ് PMOS. ഓക്കെ, സോ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് ഏകദേശം കഴിഞ്ഞു. ഓക്കെ, സോ ഇത് കൂടാതെ ഒരുപാട് അധികം വേരിയേഷൻസ് ഉള്ള സിമ്പിൾസ് കുറേ ഉണ്ട്. പിന്നെ അതല്ലാത്ത കുറേ ഇൻഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്, ലൈക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്, അങ്ങനെയുള്ള കുറേ അധികം കമ്പോണൻസും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തനിയെ ഈ ടൂളുകൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീപ്പായിട്ട് ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആ കമ്പോണൻസും ഒക്കെ ആയിട്ട് ഫെമിലിയറൈസ്ഡ് ആകുമ്പോൾ നിങ്ങളതിൻ്റെ സിമ്പിൾ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് സോഴ്സസ് ആണ്. സോ ഇത് കമ്പോണൻസ് ആണ്. കമ്പോണൻസ് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ആകത്തില്ല. കമ്പോണൻസിന് പവർ ചെയ്യാനായിട്ട് സോഴ്സസ് വേണം. DC സോഴ്സസ്, DC വോൾട്ടേജ് സോഴ്സുകൾ വേണം. സിഗ്നൽ കൊടുക്കാനായിട്ട് AC വോൾട്ടേജ് സോഴ്സുകൾ വേണം. സോ അങ്ങനെ സിഗ്നൽ സോഴ്സസും പവർ സോഴ്സസും നമുക്ക് സർക്യൂട്ടിനകത്ത് വരയ്ക്കാൻ പറ്റണം. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഈ കമ്പോണൻസിനെയൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യാനായിട്ട് വയേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വയേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞോളാം. ഓക്കെ, സോ വയേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സോ ഈ ടൂളിൽ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്. ഇത് വയർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ ഡിവൈസസിൻ്റെ ടെർമിനൽസിൽ കണക്ട് ചെയ്യുമ്പോൾ അത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആകും. ഓക്കെ, സോ നോക്കുക, രണ്ട് ഡിവൈസ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അത് തമ്മിൽ ഒരു ലൈൻ വരച്ചാൽ മതിയാവും. ഓക്കെ, ഇനി മൂന്നാമതൊരു കമ്പോണൻറ്റ് ഞാൻ ഇതേ നെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കമ്പോണൻറ്റ്, അതായത് 3 വയേഴ്സ് കൂടുന്ന ഒരു ജംഗ്ഷൻ വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു ഡോട്ട് വെച്ച് അത് ആ 3 വയേഴ്സും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലേസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ആക്ച്വലി കൈ കൊണ്ട് സർക്യൂട്ട്സ് വരയ്ക്കുമ്പോൾ ഈ സ്ക്വയർ അല്ല വരയ്ക്കുന്നത്, നമ്മളൊരു ഡോട്ട് അല്ലെങ്കിൽ ഒരു ബബിളാണ് വരയ്ക്കുന്നത്. വരയ്ക്കാനുള്ള ഈസിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബബിൾ ഗ്രേഡ് ആയിട്ടുള്ളൊരു ബബിൾ വരയ്ക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ 2-ലധികം വയേഴ്സ് ചേരുന്ന ജംഗ്ഷനിൽ അത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെയുള്ള ബബിൾസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ട് വയേഴ്സ് തമ്മിൽ ചേരുന്നിടത്ത് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡയോഡിൻ്റെ ഈ ആനോഡ് ടെർമിനലും ഈ ബേസും തമ്മിൽ കണക്ട് ചെയ്തു. ഓക്കെ, പക്ഷേ ഈ വയറും ഈ ഡയോഡും ഇതിൻ്റെ ബേസും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വയറും ഇതിന് മുമ്പ് വരച്ച ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ ഈ ഒരു വയറും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ബബിളില്ല, ഇവിടെ ഒരു ബബിളോ ഡോട്ടോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ അതിൻ്റെ മീനിങ് ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാതെ ഈ രണ്ട് വയേഴ്സും തമ്മിൽ ഒരു കണക്ഷനുമില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ക്രോസിങ് വരുമ്പോഴത്തേന്. ഓക്കെ, സോ ഒരിക്കലും ഈ വയർ ഇങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ വന്ന് ബെൻഡ് ആവത്തില്ല. സോ ഈ നമ്മൾ സർക്യൂട്ട് സ്കീമാറ്റിക് കാണിക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ക്രോസിങ്സ്, ടച്ച് ചെയ്യാതെയുള്ള ക്രോസിങ്സ് കാണിക്കുന്നത്. രണ്ട് വയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്യാതെയുള്ള ക്രോസിങ്സ് കാണിക്കുമ്പോഴത്തേക്കിന് ഓരോ വയറും സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെ ആയിരിക്കും ആ ക്രോസിങ്ങിൽ പോകുന്നത്. സോ ഈ വയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും, വെർട്ടിക്കൽ വയർ സ്ട്രെയിറ്റ് വെർട്ടിക്കലായിട്ട് തന്നെ വരും. സോ അത് തമ്മിൽ ബബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് തമ്മിൽ കണക്റ്റഡ് അല്ല. ഓക്കെ, സോ അങ്ങനെ അതാണ് നമ്മുടെ വയർ റെപ്രസെൻറ്റേഷനുള്ള സ്റ്റാൻഡേർഡ് കൺവെൻഷൻ. ഇനി ചില ടെക്സ്റ്റ് ബുക്സിൽ അല്ലെങ്കിൽ ചില പഴയ സർക്യൂട്ട് ഡയഗ്രാംസിൽ ഈ സ്ട്രിക്റ്റായിട്ട് IEEE സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫോളോ ചെയ്യാതെ കുറേ സർക്യൂട്ട് ഡയഗ്രാംസിൽ ഇങ്ങനെയുള്ള ക്രോസിങ്സ് കാണിക്കാനായിട്ട് ഒരു ഒരു ജമ്പർ അല്ലെങ്കിൽ ഒരു റാ പോലെയുള്ള അല്ലെങ്കിൽ ഒരു സി പോലെ ഇൻവേർട്ടഡ് സി പോലെയുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു
ഡ്രോയിങ് അവിടെ കാണിക്കും. അതായത് ഈ ക്രോസിങ് വരുന്നിടത്തൊരു സി പോലെ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് സി പോലെയുള്ള ഒരു ഷേപ്പ് അവിടെ കാണിക്കും ഏതെങ്കിലും ഒരു വയറിന്. ഓക്കെ, സോ അങ്ങനെയും ചില കേസസിൽ ഇത് രണ്ട് വയേഴ്സ് തമ്മിൽ കണക്ഷൻ ഇല്ല എന്നുള്ളത് കാണിക്കാറുണ്ട്. ബട്ട് സ്റ്റാൻഡേർഡ് കേസുകളിൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ വരുമ്പോൾ അവിടെ ബബിൾ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഡോട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചാണ് നമ്മൾ ആ രണ്ട് വയേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ വയേഴ്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. വയർ ജംഗ്ഷൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ വയർ ഇൻ്റർ കണക്ഷൻസിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് പവർ ആൻഡ് സിഗ്നൽ സോഴ്സസിനെ കുറിച്ചാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെഫറൻസ് ടെർമിനലാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ടെർമിനൽ എന്ന് നമ്മൾ പറയുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ ടൂളിൽ ഒരു സെപ്പറേറ്റ് ഒരു സിമ്പിൾ തന്നെയുണ്ട്. പ്ലേസ് പവർ പോർട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ തന്നെയുണ്ട്. അത് ഈ പർട്ടിക്കുലർ ടൂളിൻ്റെ കേസിൽ അത് സെയിം സിമ്പിൾ പ്ലേസറിനെ തന്നെയാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സിമ്പിൾ പ്ലേസറിനകത്ത് തന്നെ സോർട്ടഡ് ആയിട്ടാണ് വരുന്നത്. പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് മാത്രമായിട്ട് സോർട്ടഡ് ആയിട്ട് വരുന്നു. സോ പവർ സിമ്പിൾസ് രണ്ട് ടൈപ്പിലുള്ളതാണ്. ഒന്ന് VCC, മറ്റേത് ഗ്രൗണ്ട് കണക്ഷൻസ്. ഓക്കെ, സോ അതിൽ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ ഏറ്റവും ആദ്യം നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോമൺലി നിങ്ങൾക്ക് വളരെ ഈസിയായി സിമ്പിളായിട്ട് ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ ഇതാണ്. ഒരു ട്രയാങ്കിൾ, അതിന് മുകളിലേക്കൊരു ചെറിയൊരു ലൈൻ, ഈ ലൈനിന് വയർ അറ്റാച്ച് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് വയർ ഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ ഇതേ സെയിം സിമ്പിൾ ഞാൻ വേറൊരിടത്തും കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതേ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഞാൻ വേറൊരിടത്ത് ഇത് പ്ലേസ് ചെയ്തു. ഓക്കെ, റൈറ്റ്. സോ ഇത് തമ്മിൽ എക്സ്പ്ലിസിറ്റ്ലി ഞാൻ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടില്ല. ബട്ട് ഈ സിമ്പിൾ ഐഡൻറ്റിക്കൽ ആയത് കാരണം ഇത് തമ്മിൽ ഇൻറ്റേർണലി ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് സിമ്പിൾസും ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ ഇതിന് ഒരു റെഫറൻസ് ഡെസിഗ്നേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇൻറ്റേർണലി കണക്റ്റഡ് ടുഗെദറാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എന്നും പറഞ്ഞാണ് ഇപ്പോൾ ഈ രണ്ട് സിമ്പിൾസിനും കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിതിനെ ആക്ച്വലി അനോട്ടേറ്റ് ചെയ്യണം. സോ റെഫറൻസ് ഡെസിഗ്നേറ്റർ എന്നാണ് ആ ഒരു ഫീൽഡിന് പറയുന്നത്. സോ ഇവിടെ Q1 ഇത് വരുമ്പോഴത്തേക്കിന് Q2 എന്നിങ്ങനെ പറഞ്ഞാൽ ഈ സിമ്പിൾസിന് ഓരോ റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കണം. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിലുള്ള ഓരോ ട്രാൻസിസ്റ്റേഴ്സിനും ഇങ്ങനെ ഒരു യൂണീക്ക് നമ്പറാണ്. Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്യണം. ഓരോ റെഫറൻസ് ഡെസിഗ്നേഷൻസ് അല്ലെങ്കിൽ റെഫ് അസൈൻ ചെയ്യണം. ഓക്കെ, ഇത് ഈ പ്രോസസ്സിന് അനോട്ടേഷൻ എന്ന് പറയാറുണ്ട്. അതുപോലെ ഡയോഡ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ് ഇതിനെല്ലാം ഇൻഡിപെൻഡൻറ്റ് റെഫ്റ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന പവർ പോർട്സിന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഉള്ളതിന് ഗ്രൗണ്ട് എന്ന് തന്നെ ഉള്ളൂ. റെഫറൻസ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിലും അത് ആക്ച്വലി യൂസ്ഡ് അല്ല. ഓക്കെ, സോ മൾട്ടിപ്പിൾ സച്ച് ഗ്രൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തമ്മിൽ കണക്റ്റഡ് ടുഗെദർ ആയിരിക്കും. സോ ഇതാണ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു റെഫറൻസിന് ടിപ്പിക്കലി EDA ടൂൾസിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ. ഇത് കൂടാതെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സിമ്പിളും കൂടെ ഉണ്ട്. ഗ്രൗണ്ട് യൂസ് ചെയ്ത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് റെഫറൻസ് എന്ന് പറഞ്ഞുള്ള ഒരു GND-REF എന്ന് പറഞ്ഞുള്ള ഒരു സിമ്പിളുമുണ്ട്. നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്ക് സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിമ്പിളായിരിക്കും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ. EDA ടൂൾസിൽ പലത്തിലും
ഈ ഒരു ട്രയാങ്കിൾ സിമ്പിൾ തന്നെയാണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ. ഇതാണ് IEEE നൊട്ടേഷൻ അനുസരിച്ച് കറക്റ്റായിട്ടുള്ള സിമ്പിൾ. ഒരു ജനറൽ റെഫറൻസ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ജനറൽ ഗ്രൗണ്ട് ടെർമിനൽ എന്നുള്ളതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇതാണ്. ഇത് വരുമ്പോഴത്തേനും ഒരു അഡീഷണൽ റിക്വയർമെൻറ്റും ഉണ്ട്. ഈ ഒരു ഇതിലോട് കണക്ട് ചെയ്യുന്ന ലൈൻസിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ എർത്ത് ഗ്രൗണ്ടിൻ്റെ പൊട്ടൻഷ്യലുമായിട്ട് അല്ലെങ്കിൽ എർത്തിൻ്റെ ഭൂമിയുടെ പൊട്ടൻഷ്യലുമായിട്ട് മാച്ചിങ് ആക്കുക എന്നുള്ളൊരു റിക്വയർമെൻറ്റും കൂടെ ഈ ഒരു കേസിൽ വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു എർത്ത് ലൈൻ വഴി ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടുകൾ, അങ്ങനെയുള്ള സർക്യൂട്ട്സിൽ മാത്രമേ നമുക്ക് ടെക്നിക്കലി സ്പീക്കിംഗ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി ഒരുപാട് സർക്യൂട്ടുകളിൽ ഈ രണ്ട് സിമ്പിൾസും ഇൻ്റർചേഞ്ചബിളി യൂസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനിയും ഇത് കൂടാതെയുള്ള വേറെ ഒരു സിമ്പിൾ ഗ്രൗണ്ടിന് പലപ്പോഴും മിസ്റ്റേക്കൺലി ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് സിമ്പിളുണ്ട്. ഇത് ഈ സിമ്പിളാണ്. ഓക്കെ, ഇത് നമ്മൾക്ക് ജനറൽ ഗ്രൗണ്ട് യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഷാസി ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു സർക്യൂട്ട് ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് സിമ്പിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടെർമിനൽസ് ബേസിക്കലി ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ബോഡിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അതിൻ്റെ ഷാസിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ മറ്റ് രണ്ട് ഗ്രൗണ്ട് സിമ്പിൾസിനും ആ ഒരു റിക്വയർമെൻ്റ് ഇല്ല. ഓക്കെ, സോ ഈ ഒരു സിമ്പിൾ ടിപ്പിക്കലി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഇലക്ട്രിക്കൽ ഡിവൈസസിലൊക്കെ ആയിരിക്കും. അതായത് മോട്ടറിൻ്റെ എക്സ്റ്റേണൽ ബോഡിയുമായിട്ട് ഒരു പർട്ടിക്കുലർ ടെർമിനലിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചില സർക്യൂട്ട്സിന് ആണ് പർട്ടിക്കുലർ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചില സർക്യൂട്ടിനകത്ത് രണ്ട് ടൈപ്സ് ഓഫ് ഗ്രൗണ്ട്സ് വേണം. ഒന്ന് ജനറൽ റെഫറൻസ് ഗ്രൗണ്ടുകൾ വേണം, മറ്റൊന്ന് ഷാസിയുമായിട്ട് കണക്റ്റഡ് ആയുള്ള ഒരു ഗ്രൗണ്ടും വേണം, അല്ലെങ്കിൽ ഒരു അനലോഗ് ഗ്രൗണ്ട്, ഒരു ഡിജിറ്റൽ ഗ്രൗണ്ട്, ഒരു ഹൈ പവർ ഗ്രൗണ്ട്. അപ്പം അങ്ങനെയുള്ള കേസസിൽ ആണ് നമ്മൾ ഈ അഡീഷണൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ റെയർലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ്. ഇലക്ട്രോണിക്സ് ക്യാഡിനകത്ത് ടിപ്പിക്കലി യൂസ്ഡ് ഈ ട്രയാങ്കിൾ സിമ്പിളും ഈ 3 ലൈൻ സിമ്പിളുമാണ്. സോ ഇതാണ് ഗ്രൗണ്ട് സൈഡ്. ഇനിയും സപ്ലൈ സൈഡുണ്ട്. ഓക്കെ, സപ്ലൈ സൈഡിൽ സിമ്പിൾ രണ്ട് രീതിയിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു ആരോ മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ അത് യൂസ് ചെയ്യാറുണ്ട്. ആരോ ഹെഡിന് പകരം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് യൂസ് ചെയ്തുള്ള സിമ്പിളും യൂസ് ചെയ്യാറുണ്ട്. സപ്ലൈസ് കാണിക്കാനായിട്ട് പ്ലസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിലും മൈനസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിലും അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രണ്ട് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൂളിനകത്ത് ഈ ആരോ ഹെഡാണ് യൂസ് ചെയ്യുന്നത്. ചില EDA ടൂൾസ് വരുമ്പോഴത്തേന് ഫ്ലാറ്റ് ഹെഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡെസിഗ്നേഷൻ 12 വോൾട്ട് എന്നാണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ടെർമിനലിലേക്ക് ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോഴ്സ് തന്നെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ 12 വോൾട്ട് കിട്ടത്തുള്ളൂ. സോ ആകെ ഈ 12 വോൾട്ട് എന്നുള്ള ഡെസിഗ്നേറ്റർ യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് മറ്റ് 12 വോൾട്ട് എന്ന് പറയുന്ന ടെർമിനൽസുമായിട്ടെല്ലാം ഇൻറ്റേർണലി കണക്റ്റഡ് ആണ് എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് 12 വോൾട്ട് വരും എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ മൾട്ടിപ്പിൾ VCC, ഈ ഗ്രൗണ്ടിൻ്റെ കേസ് പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ VCC ലൈൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലസ് 12 വോൾട്ട് ലൈൻസ് 12 വോൾട്ട് ടെർമിനൽസ് ഞാൻ സർക്യൂട്ടിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതെല്ലാം തമ്മിൽ ഷോർട്ടഡ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ഒരു സർക്യൂട്ടിനകത്ത് ആക്ച്വലി അത് 12 വോൾട്ട് റെയിൽ 12 വോൾട്ട് വെച്ച് തന്നെ പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഞാൻ അതിൻ്റെ മറ്റൊരു ഇൻസ്റ്റൻസും കൂടെ ക്രിയേറ്റ് ചെയ്യണം. 12 വോൾട്ട് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഇൻറ്റേർണലി ഷോർട്ടഡ് ആയിരിക്കും. എന്നിട്ട് ഞാനൊരു ബാറ്ററി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ 12 വോൾട്ടുമായിട്ട് 12 വോൾട്ടുള്ള ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ 12 വോൾട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ 12 വോൾട്ട് എന്ന് പറയുന്ന റെയിലിൽ 12 വോൾട്ട് തന്നെ വോൾട്ടേജ് വരും എന്നെനിക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു വോൾട്ടേജ് സോഴ്സാണ്. വോൾട്ടേജ് സോഴ്സിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഒരു ആരോ ഉണ്ട്. ആരോയുടെ ഹെഡ് വരുന്നത് പോസിറ്റീവ് സൈഡിലായിരിക്കും, ടെയിൽ വരുന്നത് നെഗറ്റീവ് സൈഡിലായിരിക്കും. 2 ടെർമിനൽസ് ആണുള്ളത്. സോ അതിനെ എനിക്ക് ഈ +12 വോൾട്ട് സോഴ്സുമായിട്ട് വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഗ്രൗണ്ടുമായിട്ടും വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ, അത് കൂടാതെ ഈ സോഴ്സിനെ ഞാൻ കോൺഫിഗർ ചെയ്യണം. 12 വോൾട്ട് DC എന്നും പറഞ്ഞ് ഞാൻ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടെർമിനലിൽ 12 വോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു നെറ്റിൽ ഈ ടെർമിനലും എല്ലാം കൂടാതെ ഞാൻ ഇനിയും ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുന്ന ഏത് +12 വോൾട്ട് എന്ന് പറയുന്ന ടെർമിനലാണെങ്കിലും അതെല്ലാം ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ 12 വോൾട്ട് +12 വോൾട്ട് പൊട്ടൻഷ്യലായിരിക്കും. ഓക്കെ, സോ എനിക്കിങ്ങനെ ഒരു സോഴ്സ് കാണിക്കുക തന്നെ വേണം. ഇത് ജസ്റ്റ് ഒരു ടെർമിനൽ അല്ലെങ്കിൽ ഒരു നെറ്റ് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു നോഡ് ഡെസിഗ്നേഷൻ മാത്രമാണ് ഈ ഒരു സപ്ലൈ വോൾട്ടേജ് കണക്ടർ സിമ്പൽ. ഓക്കെ, അതുപോലെ തന്നെ VCC എനിക്ക് 5 വോൾട്ടോ 12 വോൾട്ടോ ഏത് സോഴ്സിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ സർക്യൂട്ടിനകത്ത് VCC റെയിൽ യൂസ് ചെയ്യുന്ന പാർട്ടിലെല്ലാം അതേ വോൾട്ടേജ്, ആ വോൾട്ടേജ് സോഴ്സിന് എന്ത് വോൾട്ടേജ് ആണോ ആ വോൾട്ടേജാണ് വരുന്നത്. സോ ഈ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ റീകോൺഫിഗർ ചെയ്ത് 5 വോൾട്ട്സ് എന്നാക്കുകയാണെങ്കിൽ ഈ +12 വോൾട്ട് എന്ന് പറയുന്ന റെയിൽസിലെല്ലാം വരുന്നത് 5 വോൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. 12 വോൾട്ട്സിൻ്റെ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. VCCസിൻ്റെ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. 12 വോൾട്ടും VCCയും തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. അങ്ങനെ കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ഒരു വയർ സിമ്പൽ യൂസ് ചെയ്ത് അത് തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ 12 വോൾട്ടും VCCയും ഐഡൻറ്റിക്കൽ പൊട്ടൻഷ്യൽ ആവത്തുള്ളൂ. ബട്ട് ഇൻറ്റേർണലി 12 വോൾട്ട്സ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ടുഗെദറാണ്. ഇൻറ്റേർണലി VCC ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ടുഗെദറാണ്. ഓക്കെ, സോ അതാണ് ഈ പവർ പോർട്ടും അല്ലെങ്കിൽ ഒരു പവർ സിമ്പലും ഒരു റെഗുലർ സിമ്പലും തമ്മിലുള്ള ഡിഫറൻസ്. പവർ സിമ്പൽസ് വരുമ്പോഴത്തേക്കിന് അത് തമ്മിൽ ഇൻറ്റേർണൽ കണക്ഷൻസ് ഉണ്ട്. ഈ ഗ്രൗണ്ട് സിമ്പലും നമ്മൾ ഈ സർക്യൂട്ടിലും ബാക്കി വരച്ചിരിക്കുന്ന ഗ്രൗണ്ട് സിമ്പിൾസും എല്ലാം തമ്മിൽ ഇൻറ്റേർണലി ഷോർട്ടഡ് ടുഗെദറാണ്. ഓക്കെ, അത് തമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വയർ വെച്ച് കണക്ട് ചെയ്യാം. അതല്ല വയറില്ല എങ്കിലും അത് ഇൻറ്റേർണലി അത് തമ്മിലൊരു വയർ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ടൂള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസൈനിനകത്ത് അൺനെസസറി ആയിട്ട് വയേഴ്സ് വയേഴ്സ് വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇങ്ങനെ സെക്ഷൻ ആക്കുക എന്നുള്ളത്. സോ വോൾട്ടേജ് സോഴ്സ് എല്ലാം ഒരു സെപ്പറേറ്റ് പാർട്ടാക്കും. അതിനുശേഷം ഇങ്ങനെയുള്ള വോൾട്ടേജ് റെയിൽസ് വഴി മെയിൻ സർക്യൂട്ടിനെ പവർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് VCC കണക്ഷൻസ്, വോൾട്ടേജ് സോഴ്സിൻ്റെ യൂസേജ്. ഇതുപോലെ തന്നെ വേറെ ഒരു സിമ്പലാണ് ബാറ്ററിയുടെ സിമ്പൽ. അതും ടിപ്പിക്കലി നിങ്ങൾ ഈ വോൾട്ടേജ് സോഴ്സിന് പകരമായിട്ട് DC വോൾട്ടേജ് സോഴ്സസിന് പകരമായിട്ട് ഇങ്ങനെയൊരു സിമ്പൽ, ഒരു ബാറ്ററി സിമ്പലും നിങ്ങൾ പലപ്പോഴും കാണും. ഓക്കെ, സോ ബാറ്ററിക്ക് മൾട്ടിപ്പിൾ സെൽസ് ഉള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡോട്ടഡ് ലൈനുള്ള ഒരു ബാറ്ററി സിമ്പിളാണ്. സോ ഇതിൽ ഓരോ പ്ലസ് മൈനസ് ടെർമിനലും ഓരോ സെല്ല്, ബാറ്ററിയുടെ ഒരു സിംഗിൾ സെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സെൽസ് കാണാം. ഓക്കെ,
സോ ഇതാണ് ഒരു സിംഗിൾ ബാറ്ററി സെല്ലിൻ്റെ ഡയഗ്രാം. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും അതിനോട് കണക്ട് ചെയ്യുന്ന കണക്റ്റേഴ്സും. ഓക്കെ, ഒരു ബാറ്ററി സെല്ല് വരുമ്പോഴത്തേക്കിന് ഒരു ബാറ്ററി വരുമ്പോഴത്തേക്കിന് മൾട്ടിപ്പിൾ സച്ച് ബാറ്ററി സെൽസ് സീരീസിൽ കണക്റ്റഡ് ആയിരിക്കും പലപ്പോഴും. അപ്പോൾ ആ സീരീസ് കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 സെല്ലും വരച്ചിട്ട് അതിനിടയ്ക്ക് ഡോട്ടഡ് ലൈൻസും വരയ്ക്കും. അങ്ങനെയാണ് ഒരു ബാറ്ററിയുടെ സിമ്പൽ. ഓക്കെ, സോ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഓൾറൈറ്റ്, ഇനി നിങ്ങൾ ഒരു കിക്കാഡോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു EDA ടൂൾ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വരച്ച് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താങ്ക് യു.